സർവേ റിപ്പോർട്ടുകളിലെല്ലാം തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ട് ശക്തമായി തന്നെ ചോർന്നു എന്നുള്ളത് വ്യക്തമാകുന്ന രീതിയിലാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഇനി പൊതു തെരഞ്ഞെടുപ്പിൽ കൂടി പ്രകടമാകുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ അന്ത്യത്തിന് നാന്ദി കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് വെറും 23 സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. അതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 34 സീറ്റുകൾ കിട്ടിയെടുത്താണ് 23ലേക്ക് ഒതുങ്ങിയത്. BJP 2-ൽ നിന്ന് 18ലേക്ക് കുതിച്ചു ചാടിയ ഒരു കാഴ്ച. അതിനെല്ലാം വളം വെച്ചു കൊടുത്തത് തൃണമൂൽ കോൺഗ്രസിന്റെ വർഗീയതയും അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള അക്രമ രാഷ്ട്രീയവും തന്നെയാണ്. ഇപ്പോഴും അതിൽ ഒരു രീതിയിലും കുറവില്ല. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഭിന്നിച്ചു പോയ പല നേതാക്കളും ഇന്ന് BJPയുടെ വലിയ രീതിയിലുള്ള ചുമതലകൾ വഹിക്കുന്നവരാണ്. ബംഗാളിൽ സുവേദു അധികാരിയാണ് BJPയുടെ കൊടികൊണ്ട നേതാവ്. അത് മാത്രമല്ല, പല നേതാക്കളും തൃണമൂൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയത് ED ഭയന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവരുടെ അഴിമതിയുടെ കുംഭകോണം ഒന്നിനു പിറകെ ഒന്നായി തുറന്നു പിടിച്ച് കണ്ടെത്തും എന്ന് മനസ്സിലാക്കി തന്നെയാണ്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ മമതാ ബാനർജി തെല്ലും ഭയപ്പെടാതെ നിൽക്കുന്നു എന്ന ഇമേജ് ഉണ്ടാക്കാനുള്ള തീവ്രമായ ശ്രമമാണ്. ഇതിനിടയിലാണ് മഹുവ മൊയ്ത്രയുടെ പാർലമെന്റിൽ നിന്നുള്ള അവരുടെ ഡിസ്മിസൽ. അതും കൂടി ആയപ്പോൾ മമതാ ബാനർജിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമാണോ ദുഃഖമാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു പ്രതികരണമില്ല. മമതാ ബാനർജി ഏറെ അസൂയയോടെ കണ്ട നേതാവായിരുന്നു മഹുവ മൊയ്ത്ര. തന്റെ കാലശേഷം മഹുവ മൊയ്ത്ര പാർട്ടി പിടിച്ചെടുക്കുമോ എന്ന ഭയം അവരെ അലട്ടിയിരുന്നു. തന്റെ മരുമകനെ പിടിച്ച് പാർട്ടിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ കഴിയില്ലേ എന്ന് വരെ ഒരു നിമിഷത്തിൽ അവർ ചിന്തിച്ചിരുന്നു. അത്രമേൽ ജനസ്വാധീനത നേടി തൃണമൂൽ കോൺഗ്രസിനകത്തെ മറ്റൊരു ഗർജിക്കുന്ന മുഖമായി മഹുവ മൊയ്ത്രയെ മാറ്റിയെടുക്കാൻ അവിടെ ജനങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അതിനെ തല്ലി തകർത്തതും മമതാ ബാനർജി തന്നെയാണ്. CPIM-നെ വലിയ രീതിയിൽ ഉന്മൂലനം ചെയ്തു എന്ന് പറഞ്ഞ് ചിരിച്ച് കോൺഗ്രസിനെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് ചിരിച്ചു കിടന്ന മമതാ ബാനർജി സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്.